Hello friends, welcome back to my channel Illy's Vlog Annamma എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പായസം ഇഷ്ടപ്പെടുന്ന നാം ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെടാൻ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ പായസം വളരെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ മുത്തുമണി പായസം. ഇത് ഇംഗ്ലീഷിൽ സാഗോ എന്നറിയപ്പെടും. മലയാളത്തിൽ നമ്മൾക്കറിയാവുന്ന ചൗവരി എന്ന് പറയപ്പെടും. അപ്പോൾ ചൗവരി പായസം ഇത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ പായസം കഴിക്കുവാൻ വളരെ ടേസ്റ്റാണ്, ചെയ്തെടുക്കുവാനും വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു പായസമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പായസം നമുക്ക് ഒത്തൊരുമിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പായസം ഇവിടെ തയ്യാറാക്കുവാനായിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് നമുക്ക് പാൽ അടുപ്പിലേക്ക് വെക്കാം. അപ്പം ഞാനൊരു 1.25 ലിറ്റർ പാലാണ് അടുപ്പിലേക്ക് വെക്കുന്നത്. പാൽ നല്ല രീതിയിൽ തിളച്ച് വരട്ടെ. അപ്പോൾ ഈ സമയം തന്നെ ഞാൻ ചൗവരി കഴുകി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുതിർന്ന് കഴിയുമ്പോൾ നമ്മളൊരു അരിപ്പയിൽ എടുത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ഈ പാൽ നല്ല രീതിയിൽ തിളയ്ക്കുവാനായിട്ട് പോകുന്നുണ്ട്. അടുപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൽപ്പായസം ആയതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്തില്ല, പാല് മാത്രവും ഒരു 3 സ്പൂൺ വെള്ളവും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ചൗവരി ഇവിടെ നല്ല കറക്റ്റായിട്ട് നമ്മുടെ അരിപ്പയിലെടുത്ത് വെച്ചിട്ടുണ്ട്. കുതിർന്ന് കഴുകി അരിപ്പയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്ന ഉടനെ തിളച്ച പാലിലേക്ക് നമ്മുടെ ചൗവരി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചൗവരി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അടിക്കൊന്നും പിടിക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ ചൗവരി വെന്ത് വരും, കാരണം കുതിർന്നതാണല്ലോ. അതുപോലെ ഇത് വെന്ത് കഴിയുമ്പോൾ ഈ ചൗവരി കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല മുത്തുമണി പളുങ്ക് പോലെ തിളങ്ങി കിടക്കും. ഇപ്പോൾ ഏകദേശം ഇവിടെ അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലിൽ തന്നെയാണ് നമ്മുടെ ഈ ചൗവരി നമ്മളിട്ട് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അധികം വെള്ളം ചേരാത്തത് കൊണ്ട് തന്നെ പായസത്തിന് നല്ല ടേസ്റ്റ് വരും. അപ്പോൾ നമ്മുടെ ചൗവരി ഇവിടെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ഇടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പായസത്തിന് ഞാനിവിടെ അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പായസത്തിന് ഏറ്റവും നല്ലത് ബട്ടറാണ് പായസത്തിന് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ നെയ്യാണ് നമ്മുടെ പായസത്തിന് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നെയ്യും കൂടിയിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പാലും നെയ്യും എല്ലാം ചേർന്ന് നമ്മുടെ ചൗവരി ഇവിടെ നല്ല രീതിയിൽ വെന്ത് വരുന്നുണ്ട്. ഇനി തികച്ചും ഇത് ഞാനൊരു ടിപ്പ് എന്ന പോലെയാണ്, ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ആ തിളയ്ക്കുന്ന പാല് തന്നെ, ചൂട് പാലെടുത്ത് അതിൽ കുറച്ച് പാൽപ്പൊടി മെൽറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് 1/2 കപ്പ് പാൽപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് പാൽപ്പൊടി ചൂട് പാലിലിട്ട് മെൽറ്റാക്കി വെക്കാം. അപ്പോൾ ഈ പാൽപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. എളുപ്പത്തിൽ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി, പായസത്തിന് ടേസ്റ്റ് കൂടും. അപ്പം ഞാൻ അത് മിൽക്ക് മെയ്ഡൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് കുറച്ച് ചൂട് പാലിൽ പാൽപ്പൊടി ഒന്ന് മെൽറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പായസത്തിൻ്റെ ഏറ്റവും സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന നമ്മുടെ കസ്റ്റേർഡ് പൗഡർ, അതും 1 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതും കൂടി ഈ പായസക്കൂട്ടിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൂട് പാലിൽ ആ കസ്റ്റേർഡ് പൗഡറും കൂടി ഇട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടാണ് നമ്മുടെ പായസക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, കട്ടയില്ലാതെ നല്ല രീതിയിൽ ഉടച്ച്. അപ്പോൾ ഈ കസ്റ്റേർഡ് പൗഡർ ചേർക്കുമ്പോൾ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് നല്ലൊരു ഫ്ലേവറാണ്, നല്ല കഴിക്കാൻ തന്നെ നമുക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ അതാണ് ഹൈലൈറ്റായിട്ട് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറുക്കി അവിടെ വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ സമയം 2 കപ്പ് പഞ്ചസാര നമ്മുടെ പായസക്കൂട്ടിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ മുത്തുമണി ഇപ്പം നല്ല രീതിയിൽ പളുങ്ക് പോലെ വെന്ത് വന്നു. അപ്പോൾ 2 കപ്പ് പഞ്ചസാരയും കൂടി പായസക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മധുരം നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഞാനിപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് 2 കപ്പാണ് പഞ്ചസാര ചേർത്തത്. അപ്പോൾ പായസം ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുറുക്കി എടുത്ത് വെച്ചിരുന്ന കസ്റ്റേർഡ് പൗഡറിൻ്റെ കൂട്ട് പായസക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ പായസം നല്ല തികച്ചും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ തയ്യാറായി വരുന്നുണ്ട്.
അപ്പോൾ നിങ്ങളേവരും നിങ്ങളുടെ വീടുകളിൽ ഈ പായസം ചെയ്തോ എന്ന് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ഈ ചൗവരി പായസം. അപ്പോൾ നമ്മുടെ പായസക്കൂട്ടിലേക്ക് ഒരല്പം നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്യൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ പായസത്തിന് ടേസ്റ്റ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെയ്യ് ചേർത്ത് നമുക്കൊന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ പായസത്തിന് ഫ്ലേവർ നൽകുന്ന ഏലക്ക, ഞാനൊരു 3 ഏലക്ക എടുത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൊടിയുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് അത് ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഏലക്ക പൗഡറും കൂടി ഇട്ട് നമുക്ക് പായസം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ദേ നോക്കിക്കേ, പായസം വളരെ നിമിഷ നേരം കൊണ്ട് തയ്യാറായി കഴിഞ്ഞു. ചെയ്തെടുക്കുവാൻ വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റുമാണ് നമ്മുടെ മുത്തുമണി പായസം. ഫൈനൽ സ്റ്റേജായിട്ട് നമുക്ക് കാഷ്യൂനട്ട് നെയ്യിൽ വറുത്ത് ചേർക്കാം. ചിലർ കാഷ്യൂനട്ടും മുന്തിരിയും കൂട്ടി എടുത്ത് ചേർക്കാറുണ്ട്. നമ്മുടെ മുന്തിരി ഞാൻ പൊതുവെ ചേർക്കാറില്ല. കാഷ്യൂനട്ട് മാത്രം നെയ്യിൽ വറുത്ത് നമുക്ക് മീതെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കാഷ്യൂനട്ട് നെയ്യിൽ ഒന്ന് നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാഷ്യൂനട്ട് നമ്മുടെ പായസക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പായസം നല്ല രീതിയിൽ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. മധുരം ഇഷ്ടപ്പെടുന്ന ഏവർക്കും നമ്മുടെ ഈ പായസം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളേവരും ഈ പായസം നിങ്ങളുടെ വീടുകളിൽ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ എന്തെങ്കിലും പോരായ്മകൾ എൻ്റെ വീഡിയോയിലുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത തവണ മറ്റൊരു വിഭവവുമായിട്ട്, ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പായസത്തിന് ഡെക്കറേഷനായിട്ട് നമ്മുടെ ചെറീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഫോട്ടോയ്ക്ക് വേണ്ടി വെച്ചതാണ്, അതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങളേവരും ഇത്ര രുചികരമായ ഈ പായസം ചെയ്തു നോക്കുമല്ലോ, അഭിപ്രായം അറിയിക്കുമല്ലോ. ഇത്രയും നേരം ഈ വീഡിയോ ക്ഷമയോടെ വാച്ച് ചെയ്ത് നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ഉടൻ തന്നെ മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.